ശ്രീ ജോർജ് ജോസഫ്, നോക്കൂ, നമ്മൾ ഈ ചർച്ചയുടെ ആദ്യം കാണിച്ചത് രണ്ട് നേതാക്കളുടെ, ഒന്ന് പിണറായിയുടെയും MV ഗോവിന്ദിന്റെയും വാക്കുകളാണ്. യഥാർത്ഥത്തിൽ ഈ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന വാക്കുകളാണ് യഥാർത്ഥത്തിൽ ഇരുവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നോക്കൂ, അതിനെ തുടർന്നാണ് പിണറായിയുടെ ബേക്കറി ജംഗ്ഷനിലെ വീടിന് മുന്നിലേക്ക് ഗുണ്ടകൾ ഇരച്ചെത്തിയത്, പാർട്ടി ഗുണ്ടകൾ ഇരച്ചെത്തിയത് നമ്മൾ കണ്ടു. ചീമുട്ടയെറിയുന്ന ആളുകൾ, അതുപോലെ ചുടുകട്ടയെടുത്തെറിഞ്ഞ് ആ കാറ് ആക്രമിക്കുന്ന ആളുകൾ, ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ, ഇതൊക്കെ വലിയ അക്രമത്തിന് നേതൃത്വം നൽകിയത് യഥാർത്ഥത്തിൽ അവിടെ നിന്ന നേതാക്കളാണ്. അപ്പോൾ ഈ നേതാക്കൾക്കെതിരെയും കേസെടുക്കണ്ടേ? അണികളെ മാത്രം ജയിലിലേക്ക് അയച്ച് ഇവരിങ്ങനെ സുഖമായി നടന്നാൽ ശരിയാവുമോ? തീർച്ചയായിട്ടും അവരുടെ പേരിലും കേസെടുക്കേണ്ടി വരും. നമുക്ക് ഇതിൻ്റെ തുടക്കം നമുക്കറിയാം. PMLA അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ആക്ട് ആണ് തുടക്കം. PMLA ആക്ട് 2000 അനുസരിച്ച് ആദ്യ ഒരെണ്ണം തുടങ്ങി. അതിന് അന്വേഷണം കഴിഞ്ഞപ്പം കഴമ്പുണ്ടെന്ന് കണ്ടപ്പം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വന്ന് SFIO വന്നു. പിന്നീട് ഇപ്പോൾ ED എത്തിക്കഴിഞ്ഞു. ഓരോരോ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്തോറും അവിടെ പുതിയ ആ ഒഫൻസുകളെല്ലാം വെളിവായി. അതുകൊണ്ടാണ് ഇപ്പോൾ EDയിലെത്തി നിൽക്കുന്നത്. അപ്പോൾ ED കഴിഞ്ഞിട്ടും മുന്നോട്ട് പോകും കാര്യങ്ങൾ. കാരണം എക്സാലോജി കമ്പനിയും അതുപോലെ തന്നെ മണി ലോണ്ടറിങ് നടത്താൻ സൗകര്യം ചെയ്ത് കൊടുത്ത നമ്മുടെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ കമ്പനി, അവർ 1,78,00,000 രൂപ തൈക്കണ്ടി അല്ലെങ്കിൽ വീണ വിജയന് കൊടുത്തു, എക്സാലോജിക്കിന് കൊടുത്തു. ആ 1,78 കൊടുത്തു. അതിന് ഇപ്പോഴത്തെ വരുന്നത് 2,72 എങ്ങാണ്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, 2.25 കോടി. അപ്പം തുടക്കത്തിലെ PMLA അല്ലെ മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് വന്നപ്പം അതിൻ്റെ ടാക്സ് എവേഷനുള്ള പൈസ അങ്ങ് അടച്ചു. അതിന് പെനാൽറ്റി ഉണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പം ഓരോരോ ഇൻവെസ്റ്റിഗേഷൻ വന്നു കഴിയുമ്പോൾ അടുത്ത കുറച്ചുകൂടെ ഗ്രാവിറ്റി കൂടിയ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വന്ന് ഇപ്പം ED വരെ എത്തി. ബംഗാളിൽ ഇത് തന്നെ സംഭവിച്ചത്. ബംഗാളിലെ ജനുവരി 5, 2024 അവിടെ ED അവിടെ സെർച്ചിന് വന്നപ്പം അവരെ അടിച്ച് തകർക്കുകയും ED ഉദ്യോഗസ്ഥന്മാർ ധാരാളം പേർക്ക് പരിക്കേൽക്കുകയും അവരുടെ എക്യുപ്മെൻറ്റ് മുഴുവൻ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്ത ഒരു സംഭവം അവിടെ ഉണ്ടായി. അത് പതുക്കെ അന്വേഷണം CBI ഏറ്റെടുത്ത് നമ്മൾ കണ്ടു. ഇവിടെ കുറച്ചുകൂടെ ഗ്രാവിറ്റി കൂടുതലാണ്. അവിടെ അടിച്ചു തകർക്കുക CBI അന്വേഷണം ഏറ്റെങ്കിൽ ഇവിടെ CBI വന്നാൽ ശരിയാവില്ല. ഞാൻ അതുകൊണ്ട് അതിൻ്റെ കാരണം ഇതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിയുമ്പം കോഴിക്കോടും അല്ലെ ധർമ്മടത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ പോയി. കോഴിക്കോട് റിയാസിൻ്റെ അവിടെ വലിയ പ്രശ്നമില്ലാതെ. ഇവിടെ മുഖ്യമന്ത്രി താമസിക്കുന്ന സ്ഥലത്താണ് മകള് മുഖ്യമന്ത്രി വിട്ടു പോകുന്നില്ല. മുഖ്യമന്ത്രിക്ക് അതൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അതല്ല. ഇസഡ് കാറ്റഗറിയാണ്. ആ ഇസഡ് കാറ്റഗറിയിലുള്ളവരുടെ ആരെയും വീട് ED റെയ്ഡ് ചെയ്യില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇസഡ് കാറ്റഗറി മാറിപ്പോൾ Y കാറ്റഗറി പോയി. ആ ഇസഡ് കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉള്ളവരുടെ കൂടെ തന്നെ അങ്ങേരുടെ മകള് സ്ഥിരം നിൽക്കുന്നതുകൊണ്ട് ഇതുവരെ EDക്ക് ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴ് ഹൈക്കോടതിയിലെ കൊടുത്തിരിക്കുന്ന ഒരു കേസ്, അത് CMRIൽ കൊടുത്തത് ഇവരുടെ പ്രൊസീഡിങ്സ് അത് സ്ക്വാഷ് ചെയ്ത് കളയാനാണ് അവർ കൊടുത്തത്. അത് നടക്കത്തില്ല. ഇന്ത്യയിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ പറഞ്ഞതെല്ലാം ED വളരെ പവർഫുള്ളാണ് ഇന്ത്യയിൽ. അത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എല്ലാവരും മനസ്സിലാക്കണം. വ്യക്തിപരമായി രാഷ്ട്രീയപരമായി എതിർപ്പൊക്കെ BJPയുടെ ഉണ്ടെങ്കിലും ഇത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. അത് ലോക്കൽ പോലീസിനെക്കാട്ടിലും അല്ലെങ്കിൽ പോലീസിനേക്കാളും പവർ കൂടുതലുള്ള ഒന്ന് തന്നെയാണ് ED. അത് മനസ്സിലാക്കണം. ED ഇപ്പോഴത്തെ അന്വേഷണത്തിലെ തൈക്കണ്ടി ആ കുട്ടി അവിടെ വന്ന പണത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ അത് 12 സ്ഥലത്ത് റെയ്ഡ് നടത്തി അവർ കണ്ടെത്തിയപ്പം ആ മിനറൽസിൻ്റെ മകൻ, കർത്തായുടെ മകൻ്റെ അവിടെ റെയ്ഡ് ചെയ്തപ്പം അവിടുന്ന് ഈ 2,78,00,000 രൂപ ആ കുട്ടിക്ക് കൊടുത്ത് ആ പണം വിദേശത്തേക്ക് പോയിരിക്കുന്നു. അവിടെയാണിപ്പം പ്രശ്നം ഗുരുതരമായത്. ഞാൻ അതുകൊണ്ടാണ് പല സന്ദർഭത്തിൽ അത് പറയാൻ കാരണം.
ആ പണം വിദേശത്ത് പോയിരിക്കുന്നു. വിദേശം ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ടെങ്കിൽ അത് NIA വരും, അത് EDയുടെ പരിധി നിൽക്കില്ല. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വന്നു കഴിഞ്ഞാൽ അവരെ ഒരു DGPയുടെ കീഴിലാണ്, അത് ഡൽഹിയിലാണ്. കേസ് അവിടെ FIR രജിസ്റ്റർ ചെയ്യണം. ഈ കേസുകളെല്ലാം അങ്ങോട്ട് പോകും. ഇവിടെ അക്രമ രാഷ്ട്രീയമാണ്. ഇന്ന് 25 പേരെ ആ EDയെ ആക്രമിച്ചവരെ, ആ ആക്രമിച്ച സമയത്ത് അവരെ 4 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റേണ്ട ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ്. 3 കാർ അടിച്ച് തകർത്തിട്ടുണ്ട്. നമ്മളതെല്ലാം കണ്ടു. ഇതൊരു പ്ലാൻഡ് അക്രമമാണ് എന്നാണ് അതിൻ്റെ CCTV ദൃശ്യം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. രാവിലെ മുതൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ ജോൺ ബ്രിട്ടാസ്, റഹീം, പിന്നെ ജോയി MLA, തിരുവനന്തപുരം ജില്ലയുടെ ചാർജുള്ളവരെല്ലാവരും ആ മുൻ മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഈ അക്രമം തുടങ്ങിയത് രാവിലെ 5 മണിക്ക് റെയ്ഡ് തുടങ്ങി. അക്രമം 2:45 തീർന്ന് അവരവരുടെ ബാഗുമായിട്ട് കാറിൽ ഇറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിച്ചോണം. അത് ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഒരു 10-60 പേര് എവിടുന്ന് ഇരച്ച് കയറി വന്നിട്ടാണ് ഇവരെ ആക്രമിച്ചത്. അത് ആരോ സിഗ്നൽ കൊടുത്തല്ലേ. അന്നേരം ഇവരുടെ തന്നെ നേതാക്കന്മാർ മറിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ ഇതൊരു പ്രീ പ്ലാൻഡാണ്. അങ്ങനെയാണെങ്കിൽ വിദേശത്ത് ഈ പണം വിദേശത്ത് പോയി വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് NIA വരും. NIA വന്നാൽ അതൊരു DGPയുടെ കീഴിലാണ്, അത് CBIയുടെ മുകളിലുള്ള സാധനമാണത്. അത് ഡൽഹിയിലാണ് എൻ്റെ FIR എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേസ് അങ്ങോട്ട് വെച്ചാൽ ഈ അക്രമികളും ഗുണ്ടകളും എല്ലാം തീഹാർ ജയിലിൽ കിടക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങോട്ട് പോകും കാര്യങ്ങൾ. ഇപ്പം നമുക്കറിയാം മമതാ ബാനർജിയുടെ അവിടെ ആ അക്രമം നടത്തിയ ആൾ 2024 മുതൽ ജയിലിൽ കിടക്കുകയാണ്. ജാമ്യം കിട്ടില്ല അവർക്ക്. അപ്പോൾ അത് ഈ പാവപ്പെട്ട ഈ പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കണം. കാരണം ഇതുപോലെയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് ഒരു നാഷണൽ ഏജൻസി സീരിയസ് ആയ ഒരു അന്വേഷണം നടക്കുന്നിടത്ത് നിങ്ങൾ അവരെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല, ജയിലിലായിരിക്കും നിങ്ങളുടെ ശിഷ്ടജീവിതം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളത് മനസ്സിലാക്കും. വ്യക്തിപരമായി രാഷ്ട്രീയപരമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഒരു നാഷണൽ ഏജൻസിയുടെ ആൾക്കാർ ഇവിടെ വന്നപ്പോൾ എറണാകുളത്തെ ഒരു അഡീഷണൽ ഡയറക്ടറുടെ ആൾക്കാരാണ് 5 പേര് ഇവിടെ വന്നിട്ട് 4 വനിതാ CISFകാരും 4 CISF ജവാന്മാരും അവരുടെ സംരക്ഷണയിലാണ് ഈ റെയ്ഡ് നടന്നത്. വളരെ ദീർഘമായ സ്റ്റേറ്റ്മെൻറ്റുകൾ വീണ വിജയൻ്റെ എടുക്കുകയും ചെയ്തു. ഇന്നുവരെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റേ സെക്യൂരിറ്റി അതിനും ഒരു പ്രിവെൻഷൻ ഉള്ളതുകൊണ്ട് ആ കുട്ടി മുഖ്യമന്ത്രിയുടെ ഒപ്പമാണ് നിന്നത്. ഇതുവരെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് ഹൈക്കോടതിയിലെ CMR കൊടുത്ത ഒരു കേസ് അത് ഫർദർ ആക്ഷൻ തുടരാം എന്ന് പറഞ്ഞ് തള്ളിക്കഴിഞ്ഞപ്പോഴാണ് ഈ റെയ്ഡ് ഉണ്ടായത്. അത് തടയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത് ഈ പറയുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ കളിയല്ല ഇത്. ഇന്ത്യയുടെ ഏറ്റവും പ്രമാദമായ ചില കേസുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന NIA അല്ലെങ്കിൽ CBI പോലുള്ള അല്ലെങ്കിൽ EDയെ ആക്രമിച്ച് അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് അവരെ തലയ്ക്ക് വരിക്കൊണ്ട് അങ്ങനത്തെ ഒരു കേസാണ്. ഈ കേസും CBI ടേക്ക് ഓവർ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ NIA വരും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതാണ്, അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് ഇവിടുത്തെ CPM നേതാക്കന്മാർ അക്രമത്തിന് ഇറങ്ങിയവർ ഇവരൊന്നും ഈ സാധാരണ സമരരംഗത്തേക്ക് വന്നതുപോലെയല്ല കാര്യങ്ങൾ. ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് പോലീസിനെ കല്ലെറിയുന്ന ലാഘവത്തോടെയാണ് ED ഉദ്യോഗസ്ഥർക്കെതിരെ ഇവർ പാഞ്ഞെടുത്തത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ, കളി മാറുകയാണ്.